അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പഠിച്ചും പകർത്തിയും ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആമുഖം ദീർഘിപ്പിക്കാതെ ഇവിടെ സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ, പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയത്തിലേക്ക് തന്നെ നേരിട്ട് പ്രവേശിക്കുകയാണ്. കുറഞ്ഞ മിനിറ്റുകളാണ് എൻ്റെ സംസാരം. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ വളരെ ശ്രദ്ധയോടെ കേൾക്കാനും ഇവിടെ ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം ദൃഢമാക്കി മരണം വരെ ജീവിക്കാൻ പ്രചോദനമാകുന്ന നിലക്ക് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ ക്ലാസ് ഉപകാരപ്പെടണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ച് അവൻ്റെ മറ്റു ജീവജാലങ്ങൾ, സൃഷ്ടികൾ അവയെക്കാളും ആദരവും ബഹുമാനവും മനുഷ്യന് നൽകിയ കാര്യം വിശുദ്ധ ഖുർആനിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഈ ഭൗതിക ലോകത്തെ താൽക്കാലികമായ ജീവിതം മാത്രമല്ല നിശ്ചയിച്ചിട്ടുള്ളത്, പരലോകത്തെ ഒരു ശാശ്വത ജീവിതം, അത് സ്വർഗത്തിലായി കഴിഞ്ഞുകൂടാൻ അവന് സാധിക്കുന്ന നിലക്ക് പ്രമാണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മുമ്പിൽ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഖ്ലിയും നഖ്ലിയുമായ തെളിവുകൾ എന്ന് സാധാരണ പറയും. വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആരാണ് എന്ന് മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം മനുഷ്യനെ കണ്ടും കേട്ടും ചിന്തിച്ചും ബോധ്യപ്പെടാൻ
അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലും അവൻ്റെ ശരീരത്തിലും ഒട്ടേറെ തെളിവുകൾ അള്ളാഹുവിനെ അവന് ബോധ്യപ്പെടാൻ അള്ളാഹു വെച്ചിട്ടുണ്ട്. സൂറത്തു ദാരിയാത്തിൽ വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ദൃഢവിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്ന. വഫി അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇങ്ങനെ ഒട്ടേറെ വചനങ്ങൾ അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ല, അവൻ ഏകനാണ്, അവൻ സർവശക്തനാണ്, അവന് മാത്രമാണ് ആരാധനകൾക്കർഹൻ എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന തെളിവുകൾ. അധിക ബുദ്ധിയൊന്നുമില്ലാതെ, ചിന്തയൊന്നുമില്ലാതെ ഏറ്റവും ലളിതമായി ഏതൊരു മനുഷ്യനും അള്ളാഹുവിനെ ബോധ്യപ്പെടും. ഒരിക്കലൊരു അഅറാബിയോട്, മരുഭൂമിയുടെ ചൂടും തണുപ്പുമേറ്റു ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തോടൊരാൾ ചോദിച്ചു, ബിമ അറഫ്ത റബ്ബക്, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത് എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ, മരുഭൂമിയിൽ കണ്ടില്ലേ ഒട്ടകക്കാഷ്ടം, അതൊരു ഒട്ടകത്തെ അറിയിക്കുന്നില്ലേ? അതുപോലെ തദുല്ലു അലൽ മസീർ, ഈ മണലിലൂടെ നടന്നുപോയ മനുഷ്യന്റെ കാൽപ്പാടുകൾ കണ്ടില്ലേ? അത് ഏതോ മനുഷ്യന്മാർ ഇതിലൂടെ നടന്നുപോയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഫസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജിൻ വബിഹാറുൻ ദാതു അംവാജിൻ, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശവും സഞ്ചാരപാതകളുള്ള ഭൂമിയും തിരമാലകളുള്ള സമുദ്രവും അലാ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ, അതൊക്കെ ലത്തീഫായ ഖബീറായ അങ്ങേയറ്റം മനുഷ്യനോട് ദയയുള്ള സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ അറിയിക്കുന്നില്ലേ എന്നാണ് ആ മനുഷ്യൻ തൻ്റെ റബ്ബിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ച വ്യക്തിയോട് പറഞ്ഞുകൊടുത്തത്. ഇങ്ങനെ ഒട്ടേറെ തെളിവുകൾ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ ഭൂരിപക്ഷ മനുഷ്യരും ആ റബ്ബിനെ അറിയാതെ ജീവിക്കുന്നു. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ ആരാണ് വഞ്ചിച്ചത് എന്നാണ് അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നത്. നിന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് ആദരിച്ച് എല്ലാ അനുഗ്രഹങ്ങളും കൊട്ടിത്തന്നുകൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ മനസ്സിലാക്കാതെ പോയോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് ലഭിച്ചത് ആ ഏകനായ അള്ളാഹുവിനെ അറിയാൻ മാത്രമല്ല, അവൻ്റെ തൗഹീദ് ഉൾക്കൊള്ളാനും ആ തൗഹീദിലൂടെ സഞ്ചരിക്കാനും കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമായി, അനുഗ്രഹമായി നമ്മൾ കാണുക. ഈ റബ്ബിൽ നിന്ന് നമ്മെപ്പോലും അകറ്റുന്ന ചുറ്റുപാടുകളാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞത്. അത്രയും ഫിത്തനകളും കുഴപ്പങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന്, അവൻ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ്
റബ്ബിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകൂനു ബൈന യദൈ സ്സാഅതി ഫിതനുൻ കഖിത്അഇൽ ലൈലിൽ മുദ്ലിം. അന്ത്യനാളിൻ്റെ മുമ്പായി കൂരാകൂരിട്ടുപോലെ മനുഷ്യനൊട്ടും വെളിച്ചത്തിലേക്ക് നയിക്കാത്ത, അതിലേക്ക് പ്രേരിപ്പിക്കാത്ത, തൻ്റെ റബ്ബിനെക്കുറിച്ചും അവൻ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കൊണ്ടുപോകുന്ന ഫിത്തനകൾ പ്രത്യക്ഷപ്പെടും. ആ ഫിത്തനകളുടെ ഗൗരവം യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിന വയുംസി കാഫിറ. പ്രഭാതത്തിൽ വിശ്വാസിയായവൻ വൈകുന്നേരമത അവിശ്വാസിയായി മാറുന്നു. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം വിശ്വാസിയായവൻ അടുത്ത പ്രഭാതത്തിൽ അവൻ അവിശ്വാസിയായി മാറുന്നു. യബീഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയാ ഖലീൽ. തൻ്റെ ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഈ ദീനിനെ അവൻ വിൽക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. യഅതി അലന്നാസി സമാൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിദി അലൽ അജ്ംർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു കാലം വരും, അന്ന് ദീനിൽ ക്ഷമയോടെ നിൽക്കുന്നവൻ, ഉറച്ചു നിൽക്കുന്നവൻ, അവൻ്റെ അവസ്ഥ അവൻ്റെ കയ്യിൽ തീക്കട്ട പിടിച്ചു നിൽക്കുന്നത് പോലെയാണ്. ഈ ഹദീസുകളൊക്കെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇന്നത്തെ സാഹചര്യം എന്നത് ഇതാണ്. ഒരുപക്ഷെ കുറച്ചു മുമ്പ് രാവിലെ വിശ്വാസിയായവൻ വൈകുന്നേരം അവിശ്വാസി എന്ന് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും നമ്മൾ അത്തരമൊരവസ്ഥ കാണാറില്ല. ഇന്ന് നമ്മുടെ നാടുകളിൽ എക്സ് മുസ്ലിമും പേര് മുസ്ലിം കൊണ്ട് ജീവിക്കുകയും ഇസ്ലാമിനെതിരിൽ എല്ലാവിധ വിമർശനങ്ങളുമായി നടക്കുന്നവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഇതാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ദീന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കുക എന്നത് കുറച്ചൊക്കെ ത്യാഗമുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം, അള്ളാഹു നൽകിയ ദീനിൽ അവനെ മനസ്സിലാക്കി ഉറച്ചു നിൽക്കാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിന് വേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നു. ഏറ്റവും പ്രധാനം ശരിയായ ഈമാനിനെ അറിയുക എന്നത് തന്നെയാണ്. എന്താണ് ഈമാൻ? അത് നമുക്കൊരാളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ, അവതരിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല, അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ളതാണ്. പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും, ലൈസൽ ഈമാനു ബി തമന്നി വലാ ബി തഹല്ലി. ഈമാൻ എന്നത് ആഗ്രഹം പറയലല്ല, അത് ആഭരണം ചമഞ്ഞ് കാണിക്കാൻ പറ്റുന്നത് പോലെ ചമഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റിയതുമല്ല. വലാകിന്നൽ ഈമാൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഈമാൻ എന്നത് അത് ഹൃദയത്തിൽ രൂഢമൂലമായതും പ്രവർത്തനങ്ങൾ അതിനെ സത്യപ്പെടുത്തുന്നതുമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെട്ടൊരു ഹദീസുണ്ട്, അല്പം ദീർഘമായ ഹദീസ്, ജിബ്രീലിൻ്റെ ഹദീസ്. ജിബ്രീൽ അലൈഹിസ്സലാം ശുഭവസ്ത്രധാരിയായി റസൂലുള്ളയുടെ മുമ്പിൽ വന്ന് പടിഞ്ഞിരുന്ന് വളരെ വിനയാന്വിതനായൊരു വിദ്യാർത്ഥിയെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിരുന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് റസൂലുള്ള ഉത്തരം പറയുകയും ചെയ്ത ഹദീസാണത്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ടത്. മൽ ഈമാൻ, മൽ ഇസ്ലാം, മൽ ഇഹ്സാൻ എന്നിങ്ങനെ ചോദിക്കുകയും റസൂലുള്ള അതിന് മറുപടി നൽകുകയും ചെയ്തു. എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശദ്ദിഹി. അല്ലാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം, അവൻ്റെ ഗന്ധങ്ങളിലുള്ള വിശ്വാസം, അവൻ്റെ ദൂതന്മാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, ഖലാ ഖദറിലുള്ള വിശ്വാസം, വൽ ഖദരി ഖൈരിഹി വ ശദ്ദിഹി. ഏത് വിധികൾ വന്നാലും അതിലെ നന്മയാവട്ടെ തിന്മയാവട്ടെ ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന ആ ഖലാ ഖദറിലുള്ള വിശ്വാസം. ഇതൊക്കെ നമ്മൾ മരണം വരെ ദീനീ വിദ്യാർത്ഥിനികളായി ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ പഠിക്കുക, അറിയുക എന്നത്
ഏറ്റവും പ്രധാനമാണ്. എന്തുകൊണ്ട്? റബ്ബിന് വേണ്ടത് ഈമാനുള്ളവരെയാണ്. ഈമാൻ മാറ്റിവെച്ചുകൊണ്ടുള്ള ദീനോ ദീനീ പ്രവർത്തനമോ അമലുകളോ ഒന്നും റബ്ബിന് വേണ്ട എന്നതാണ്. റബ്ബിന് വേണ്ടത് മുഅ്മിനുകളെയാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ ശരിയായ നിലക്ക് നമ്മൾ പഠിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ റഹ്മാനായ റബ്ബ് അവരെ ഇഷ്ടപ്പെടും, അവരെ സ്നേഹിക്കുമെന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവരെങ്ങനെ വിലയിരുത്തിയപ്പോൾ അവർക്ക് തോന്നി, ഞങ്ങളാണ് ഈ മക്കയിൽ തറവാടുള്ളവർ, സമ്പന്നർ, അതുപോലെ അധികാരമുള്ളവർ, സ്വാധീനമുള്ളവർ, മക്കളുള്ളവർ, കരുത്തുള്ള മക്കളുള്ളവർ. അവർ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച വളരെ കുറഞ്ഞ ആ ന്യൂനപക്ഷത്തെയും നോക്കി. അപ്പോൾ അവർ തറവാടില്ലാത്തവർ, അവർ സമ്പത്തില്ലാത്തവർ, പാവങ്ങൾ. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളാണ്, അള്ളാഹു ഞങ്ങളോടാണ് ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ തെളിവുകളാണ് ഞങ്ങൾക്ക് കാണുന്ന ഞങ്ങളിലുള്ള സമ്പത്തും മക്കളും എല്ലാം. എന്നാൽ ഇവരോ ദുർബലരാണ്. സൂറത്ത് സബയിൽ അവരാ പറഞ്ഞ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹ് അതിന് കൊടുത്ത മറുപടി അവിടെ കാണാം. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖദ്ദിബുക്കും ഇൻദനാ സുൽഫ. നിങ്ങളുടെ സമ്പത്തോ മക്കളോ അല്ല നിങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ഘടകം എന്നത്, മറിച്ച് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ആരാണ് ശരിയായ ഈമാൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുക, അവർക്കാണ് റബ്ബിൻ്റെ സാമീപ്യം കിട്ടുക എന്ന് ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. ജാഹിലിയ കാലത്ത് ഇബ്നു ജുദ്ആൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പാവങ്ങൾക്കായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ധർമ്മം ചെയ്തു. അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു. ഇബ്നു ജുദ്ആൻ മരണപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയോട് ഒരിക്കൽ പറഞ്ഞു, റസൂലേ, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയ യസിലുർ റഹിം യുക്രിൽ ലൈഫ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇബ്നു ജുദ്ആൻ എന്ന മനുഷ്യൻ അതിഥികളെ ബഹുമാനിച്ചു, കുടുംബബന്ധം പുലർത്തി, സമ്പത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിതരണം ചെയ്തു. പക്ഷെ അദ്ദേഹം അങ്ങനെ തന്നെ മരിച്ചുപോയത് ജാഹിലിയത്തിലായി. ഫഹൽ യൻഫഉഹു ദാലിക യൗമൽ ഖിയാമ. ഇബ്നു ജുദ്ആന് ആ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ പരലോകത്ത് ഉപകാരപ്പെടുമോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞതല്ല, ഉപകാരപ്പെടൂല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, റബ്ബേ എൻ്റെ തെറ്റുകുറ്റങ്ങൾ, എൻ്റെ വീഴ്ചകൾ നാളെ നീ പ്രതിഫലം നൽകുന്ന പ്രതിഫല നാളിൽ എനിക്ക് പുറത്തു തരണേ എന്ന് ഇബ്നു ജുദ്ആൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിക്കുകയും ആ അള്ളാഹുവിലേക്ക് ജീവിതത്തിൽ കൈ ഉയർത്താത്ത, അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ച് മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും പരലോകത്ത് ഉപകാരപ്പെടില്ല. ഈ ഹദീത്ത് ചർച്ച ചെയ്യുമ്പോൾ മുഹദ്ദിസുകൾ പറഞ്ഞൊരു കാര്യം, ഇബ്നു ജുദ്ആനെക്കുറിച്ച് റസൂലുള്ളാഹി റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ എന്നവൻ പ്രാർത്ഥിച്ചിട്ടില്ലേ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസമുള്ള ഏതൊരാളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൽ അനിവാര്യമാണ് എന്ന്. എല്ലാ മുവഹ്ഹിദുകളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. എൻ്റെ ഈ ക്ലാസ്സിൽ ഏതാനും ചില പ്രാർത്ഥനകൾ ഞാൻ പറയും. ആ പ്രാർത്ഥനകളൊക്കെ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരാകാൻ നിങ്ങൾ. ആരെങ്കിലും പഠിക്കാത്ത പ്രാർത്ഥനയാണെങ്കിൽ ഈ ക്ലാസ്സോടുകൂടി അത് പഠിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിലൊന്നാണ് റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. ഈ പ്രാർത്ഥന ഏത് മുവഹ്ഹിദും പ്രാർത്ഥിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇബ്നു ജുദ്ആനെ കുറിച്ച് അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ, തൻ്റെ സമ്പത്ത് ചെലവഴിച്ച് ഒരുപാട് മനുഷ്യന്മാർക്ക് പ്രയോജനപ്പെട്ടു ആ സമ്പത്ത്. പക്ഷേ പരലോകത്ത് ഇബ്നു ജുദ്ആന് അത് ഉപകരിക്കാത്തത് മുഅ്മിനായില്ല എന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണും, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന
ബിർറജുലിൽ ഫാജിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ശക്തിപ്പെടുത്തും ബിർറജുലിൽ ഫാജിർ, ഒരു തമ്മാടിയായ മനുഷ്യനെ കൊണ്ട്. ചിലപ്പോൾ അത്തരക്കാരുടെ സമ്പത്തോ അവരുടെ ശുപാർശകളോ അവരുടെ ഇടപെടലുകളോ അവരെ വാക്കുകൊണ്ടോ ദീനിന് ഉപകാരം കിട്ടി, അങ്ങനെ ദീനിന് ശക്തി കിട്ടി എന്ന് വരാം. പക്ഷേ ഹദീസിന്റെ അവസാന ഭാഗത്തുള്ളത് വലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ, പക്ഷേ വിശ്വാസിയല്ലാത്തവൻ, വിശ്വാസി മാത്രമേ സ്വർഗത്തിൽ കടക്കൂ എന്നതാണ്. അപ്പൊ നമ്മൾ ഈമാനുള്ളവരാകുക, ആ ഈമാനുള്ളവരെയാണ് അല്ലാഹ് സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. മാത്രമല്ല ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വാസികളെയും ഈ ഭൗതിക ലോകത്ത് സഹായിക്കും, നാളെ പരലോകത്ത് സാക്ഷികൾ വന്നു നിൽക്കുന്ന പരലോകത്തും സഹായിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ സഹായം ഇഹത്തിൽ വേണോ പരലോകത്ത് വേണോ വിശ്വാസികളാകണം. വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈമാനുള്ളവരാണോ, എന്നാൽ നിങ്ങൾ ദുർബലരാകണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത ശരിയായ ഈമാൻ, ആ ഈമാനിനെ അറിയുക, ആ ഈമാനിനെ നേടിയെടുക്കുക, അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. ഒരു ഹദീസിൽ കാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫി ജൗഫി അഹദികും കമാ യഖ്ലഖു ഥൗബ്. ഒരാളൊരു പുതിയ വസ്ത്രം കുറേ കാലം ധരിച്ചാൽ ആ വസ്ത്രം നുരുമ്പി പഴകി ഇല്ലാതെയാകും, പിന്നത് മാറ്റും. ഇതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ നുരുമ്പി ദുർബലമായി ഇല്ലാതെയാകും. അതുകൊണ്ട് ഫജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. സഹാബത്ത് ചോദിച്ചു, കൈഫ നുജദ്ദിദു ഈമാനന, ഞങ്ങൾ എങ്ങനെയാണ് ഈമാനിനെ പുതുക്കേണ്ടത്? റസൂലുള്ള പറഞ്ഞു കൊടുത്ത ഒരു നിർദ്ദേശം, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പറച്ചിലല്ല. ലാ ഇലാഹ ഇല്ലല്ലയെ അറിയേണ്ട ഒരു മൻഹജുണ്ട്. അതാണ് ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പഠിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ. വുളുവിൻ്റെ ഷർത്ത് സ്വീകരിച്ച് വുളുവെടുത്താലേ വുളു സ്വീകരിക്കപ്പെടൂ. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പാലിച്ച് നമസ്കരിച്ചാലേ നമസ്കാരം സ്വീകരിക്കപ്പെടൂ. അങ്ങനെയാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും സക്കാത്തിൻ്റെയും ഒക്കെ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ ശ്രദ്ധിച്ച് പാലിച്ച് ആരാണോ ആ കർമ്മം ചെയ്യുന്നത് അതേ സ്വീകരിക്കപ്പെടൂ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനും ഷർത്തുകളുണ്ട്. വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൻ്റെ താക്കോലല്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞു, ബല, അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൻ്റെ താക്കോല. പക്ഷേ ഏതൊരു താക്കോലിനും പല്ലുകളുണ്ടാകും. പല്ലുകളുള്ള താക്കോല് കൊണ്ട് നീ ഉദ്ദേശിച്ച കവാടം തുറന്നാൽ അത് തുറക്കപ്പെടും. ആ പല്ലുകൾ പൊട്ടിയാലോ അല്ലെങ്കിൽ അത് കേടുവന്നാലോ നീ ഉദ്ദേശിച്ച കവാടം തുറക്കാൻ കഴിയില്ല. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൻ്റെ താക്കോലാണെങ്കിൽ ആ സ്വർഗത്തിൻ്റെ താക്കോലിനും ചില പല്ലുകളുണ്ട്. അതാണ് ഷർത്തുകൾ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ ഒന്നാമത്തെ ഷർത്താണ് സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞ ഫഅലം, നീ അറിയുക, നീ പഠിക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരുമില്ല എന്ന് നീ പഠിക്കുക. അല്ലാമ നാസിറു സഅദി റഹ്മഹുല്ല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചുള്ള അറിവ് ഏതൊരു മനുഷ്യനും ഫർള് ഐനാണെന്നാണ്. ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അറിവ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയെ നമ്മൾ പഠിക്കുക. അതിൻ്റെ ഷർത്തുകൾ അൽ ഇൽമു, ഒന്നാമത്തത് അറിവ്. അൽ യഖീൻ, ആ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം. അൽ ഇഖ്ലാസ്, അള്ളാഹിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടുള്ള പഠനം പ്രവർത്തനം. അസ്ദിഖ്, സത്യസന്ധമായി അതിനെ ഉൾക്കൊള്ളുക. അൽ ഹുബ്ബു,
അതിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. അൽ ഇൻഖിയാദു വൽ ഖബൂൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കീഴ്പ്പെടുക, അതിൻ്റെ ആദർശത്തിലേക്ക് ജീവിതത്തിൽ അത് സ്വീകരിക്കുക. നമ്മൾ പ്രസിദ്ധീകരിച്ച വിസ്ഡം എഡ്യൂക്കേഷൻ ബുക്ക്, മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച പാഠബുക്കിൽ 7ാം ക്ലാസ്സിലെ വിശ്വാസ പാഠത്തിലെ 1ാമത്തെ പാഠം ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അത് മുതിർന്നവരും ആ പാഠഭാഗം വായിച്ച് അത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാണ് ലോകത്ത് വന്ന നബിമാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമൂഹത്തിന് കൊടുത്തത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടപ്പോൾ അവരേതൊക്കെ തിന്മകളിലായിരുന്നോ, ശിർക്കടക്കമുള്ള ഏതൊക്കെ തോന്നിവാസങ്ങൾ മുഴുകിയിരുന്നോ ആ സമൂഹം രക്ഷപ്പെടാൻ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. മനോവിഷമങ്ങൾക്ക് പരിഹാരമായി റസൂലുള്ള പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ദുആഉൽ കർബ്, മനോവിഷമം ഉള്ള ഒരാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദ് വ റബ്ബുൽ അർശിൽ കരീം. നോക്കൂ നിങ്ങൾ, ഇതിൽ പ്രത്യക്ഷത്തിൽ ഇത് കേട്ടാൽ തൻ്റെ മനോവിഷമം റബ്ബിനോട് എടുത്തു പറയുന്ന ഒരു വാക്ക് പോലും അതിലില്ല. പക്ഷെ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതാണ്ട് പറയുന്നതോടുകൂടി അവൻ്റെ മനോവിഷമം മാറ്റുമല്ല. മഹാനായ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ രക്ഷപ്പെടാൻ കാരണമെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊരു പ്രാർത്ഥന പോലും അതിലില്ല. മറിച്ച് അള്ളാഹുവിനോട് അവനിൽ വിശ്വസിച്ചുള്ള അംഗീകാര പ്രഖ്യാപനമാണ്. റബ്ബേ, നീയല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല, നീ പരമപരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാനിത് അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക, പകർത്തുക എന്നത് തന്നെ നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹ്യപരമായ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിന് പരിഹാരം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ട് തന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചാൽ ഈമാൻ ശക്തിപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹ് സ്വഹാബത്തിൻ്റെ ചോദ്യം, കൈഫ നുജദ്ദിദു ഈമാനന, ഞങ്ങൾ എങ്ങനെ ഈമാനിനെ പുതുക്കും? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച് പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ. ഈമാൻ ശക്തിപ്പെടാൻ, ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ദുർബലമാകാതെ കാത്തുസൂക്ഷിക്കാൻ പ്രചോദനമാകും വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ബന്ധം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആരാണ് സത്യവിശ്വാസികൾ? അല്ലാഹ് എന്നവരോട് പറഞ്ഞാൽ അവിടെ ഹൃദയങ്ങൾക്കൊരു ബേജാറും ഒരു നടുക്കവും ഉണ്ടാകും. അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ. പിന്നെ പറഞ്ഞതോ വഇദാ തുലിയത് അലൈഹിം ആയാതു, അള്ളാഹിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്താലോ സാദതുഹും ഈമാനാ, ഈമാൻ അവർക്ക് വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ ഓരോരുത്തരും ഒരു പുനർവിചിന്തനം നടത്തണം. ഒന്ന്, അതിൻ്റെ പാരായണം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഞാൻ ഈ പറയുന്നത് പോലെയാണോ നിങ്ങളിലുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും പൂർണ്ണമായി പാരായണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ലെങ്കിൽ എത്തണം. ഒരു 30 ദിവസം, അത് എല്ലാ മാസവും 1-ാം തീയതി മുതൽ കണക്കൂട്ടണ്ട, നമ്മിലൂടെ നമ്മുടെ ആയുസ്സിൽ ഒരു 30 ദിവസം നമ്മിലൂടെ കടന്നു പോകുമ്പോൾ ആ 30ാമത്തെ ദിവസം കഴിയുമ്പോൾ ഖുർആൻ ഒരാവർത്തിയെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഓതി തീർത്തിട്ടുണ്ടാവണം. ഇങ്ങനെ എത്ര പേര് ഖുർആൻ ഓതാറുണ്ട്? ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഖുർആൻ പാരായണം എങ്ങനെയാണ്? ഞാൻ എന്നും ഓതാറുണ്ട്, പക്ഷേ ഖുർആനൊന്ന് മറിക്കും. അപ്പോൾ പലരും ഖുർആൻ മറിക്കും,
അപ്പം കാണുന്ന 2 പേജാണ്ട് ഓതും. അടുത്ത ദിവസം അതേമാതിരി മറിക്കും, വേറെ പേജ് കാണും, ഖുർആൻ ഓതും. ഈ രീതി സലഫുകളുടെ രീതിയല്ല, അത് മാറ്റണം. ഖുർആൻ്റെ പാരായണം ഈ പറയുന്നത് പോലെ ആകാത്തവർ ഇന്നു മുതൽ അത് മാറ്റണം. സൂറത്തുൽ ഫാത്തിഹ ഓതുക, ശേഷം ബക്കറ, ആലു ഇംറാൻ, നിസാ, മാഇദ, അൻആം, അഅറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, യൂസുഫ്, റഅദ്, അങ്ങനെ പോയി അവസാനം നാസ്. വീണ്ടും ഫാത്തിഹ മുതൽ നാസ് വരെ, വീണ്ടും ഫാത്തിഹ മുതൽ നാസ് വരെ. അതിൽ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസ് എങ്കിലും നമ്മൾ പാരായണം ചെയ്യണം. അത് 2 ജുസ് ആക്കാൻ പറ്റുമോ നോക്കുക, 3 ജുസ് ആക്കാൻ പറ്റുമോ നോക്കുക. ചിലപ്പോൾ ചില ദിവസം 3 ജുസ് സമയം കിട്ടും, ചിലപ്പോൾ 2 ദിവസം 2 കിട്ടുള്ളൂ, ചിലപ്പോൾ 1.5 ജുസ്. പക്ഷെ 1ന്റെ താഴോട്ട് വരാൻ പാടില്ല. നമ്മുടെ മുൻഗാമികൾ ഒരു ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്, ഒരു ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം തീർത്തവരുണ്ട്, 3 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്, 7 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്, 15 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്, 10 ദിവസം ഖത്തം തീർത്തവരുണ്ട്. ഇങ്ങനെയുള്ള ഖുർആൻ പാരായണം. അതിന് മുമ്പൊരു കാര്യം, സ്വന്തമായൊരു ഖുർആൻ നമുക്കുണ്ടോ? ഇതിൻ്റെ സ്വന്തമാണ്. എനിക്ക് കാറ് സ്വന്തമായിട്ടുണ്ട്, ഞാൻ ധരിച്ച കണ്ണട എൻ്റെ സ്വന്തമാണ്, ഈ വസ്ത്രം എൻ്റേതാണ്, എനിക്ക് കിടക്കാൻ കട്ടിൽ സ്വന്തമായുണ്ട്, ഇരിക്കാൻ കസേര സ്വന്തമായുണ്ട്. എനിക്ക് സ്വന്തമായൊരു ഖുർആൻ ഉണ്ടോ? വേണം. വീട്ടിൽ 10 അംഗങ്ങളുണ്ടെങ്കിൽ 10 പേർക്ക് ഓരോ ഖുർആൻ വേണം. നമ്മുടെ ജീവിതത്തിലെ ചില ശൈലി മാറ്റമാണ് ഈ പറയുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ എന്തെല്ലാമുണ്ട് സ്വന്തം, ഒരു ഖുർആൻ അവർക്ക് സ്വന്തമാവട്ടെ. പിതാവ് മക്കൾക്ക് വേണ്ടി പലതും വാങ്ങിക്കൊടുത്തു, അതിന് മക്കൾക്ക് വേണ്ടി ഇത് നിനക്കുള്ള ഖുർആനാണ്. അവൻ കല്യാണം കഴിച്ച് വയസ്സനായാലും ആ ഖുർആൻ പാരായണം ചെയ്യട്ടെ, ഇത് വാപ്പ എനിക്ക് തന്ന സമ്മാനാന്ന് മക്കൾ പറയണം. അത് കുറേ കാലം കഴിഞ്ഞാൽ ഉപയോഗിച്ച് കേടരും കേട്ടോ, അപ്പോൾ അത് കരിച്ചു കളയാം. ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആനുകളൊക്കെ എന്ത് ചെയ്യുക, കരിച്ചു കളയാം. അതാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ പാരായണത്തിൽ സലഫുകളുടെ മാതൃക, ഓരോ 30 ദിവസം നമ്മിലൂടെ കടന്നു പോകുമ്പോൾ ഖുർആൻ ഒരാവർത്തി ചുരുങ്ങിയത് പൂർത്തിയായിട്ടുണ്ടാവും. അത് 10 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടും ഒരാവർത്തി ഓതാൻ കഴിഞ്ഞാലോ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു അവസരമാണ്. പരലോകത്ത് വെച്ച് പറയുന്ന ഒരു ഹദീസ് മാത്രം കേൾപ്പിക്കുകയാണ്. യുഖാലു ലി സ്വാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളോട് പറയും, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ. എന്താ പറയുന്നത്? നീ ഖുർആൻ പാരായണം ചെയ്യും. വർത്തഖി, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോ. വറത്തിൽ കമാ തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ നീ ഖുർആൻ ചിന്തിച്ചും സാവകാശം പാരായണം ചെയ്ത പോലെ ഇവിടെ പാരായണം ചെയ്യുക. എന്നിട്ട് പറയാണ്, ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉ ബിഹാ. ഈ പരലോകത്ത് നിന്റെ സ്ഥാനം, പദവി എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ നീ ഖുർആൻ പാരായണം ചെയ്ത് ഏതായത്തുമ്മലാണ് അവസാനിപ്പിച്ചത്, അവിടെയാണ് നിന്റെ സ്ഥാനം ഇവിടെ എന്ന് പറഞ്ഞാൽ, എത്ര പ്രാവശ്യം ജീവിതത്തിൽ ഖുർആൻ ആവർത്തിച്ചോ അതിനനുസരിച്ചതാ നീ കയറിപ്പോവുക പരലോകത്ത്. ഈ അവസ്ഥ കിട്ടണമെങ്കിൽ നന്നായി പാരായണം ചെയ്യണം. അതിൻ്റെ അർത്ഥമറിയാനുള്ള ശ്രമം ഉണ്ടാവുക. ഒരാഴ്ചയിൽ ഒരു 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഖുർആൻ ക്ലാസ്സിലെങ്കിലും ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് ചിന്തിക്കാൻ, മരിക്കുന്നത് വരെ ഖുർആനിൻ്റെ ഒരു പഠിതാവാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഖുർആനിലൂടെ അള്ള കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായി വെടിയാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് എത്രയുണ്ടോ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ഖുർആനുമായുള്ള ബന്ധമില്ലേ ഈമാൻ ദുർബലമാകാനും ഈമാൻ നഷ്ടപ്പെടാനും അത് കാരണമാണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം നമ്മളാണ് കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നൊരു ജുസ് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലല്ലോ എന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കണം. ഇന്നൊരു ജുസ് ഖുർആൻ ഓതിയിട്ടില്ലല്ലോ എന്നത് ഒരു സങ്കടമായി നമുക്ക് മാറുന്നുവോ അത് ഈമാനിൻ്റെ അടയാളമാണ്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹിനെക്കുറിച്ചുള്ള ദിക്ർ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
അള്ളാഹിനെക്കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നുവോ ഹൃദയങ്ങൾക്കത് സമാധാനം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ള പറഞ്ഞു, അദ്ദിക്റു ലിൽ ഖൽബി മസലുൽ മാഇ ലിസ്സമക്. മനുഷ്യ ഹൃദയത്തിന് അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു മത്സ്യത്തിന് വെള്ളം പോലെയാണ്. കൈഫ ഹാലുസ് സമക് ഇൻ ഫാറഖൽ മാ. ഒരു മത്സ്യത്തെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടാൽ ആ മത്സ്യത്തിൻ്റെ അവസ്ഥ എന്താ? പിന്നെ ജീവൻ പോയി. ഇതുപോലെയാണ് മനുഷ്യ ഹൃദയത്തിന് അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ. കൂടുതലൊന്നും പറയുന്നില്ല. പ്രഭാത പ്രദോഷ ദിക്റുകൾ, വദ്കുരിസ്മ റബ്ബിക ബുക്റത്തം വ അസീല. ഖുർആനിൽ ഒരുപാട് വചനങ്ങളിലൂടെ അള്ളാഹ് കൽപ്പിച്ചതാണ് രാവിലെയും വൈകുന്നേരവും റബ്ബിനെ പ്രകീർത്തിക്കുക, റബ്ബിനെ സ്തുതിക്കുക, റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മ നിലർത്തുന്ന ദിക്റുകൾ ഒരുവിടം. അതുകൊണ്ട് തന്നെ പ്രഭാത പ്രദോഷ ദിക്റുകൾ ഏതൊക്കെയാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് അതൊക്കെ നിർവഹിക്കാൻ നമ്മൾ സമയം കാണും. ഒരു രാവിലെ നമുക്ക് കിട്ടുന്നത്, രാവിലത്തെ ദിക്റുകൾ ചൊല്ലാനുണ്ടല്ലോ എന്ന സന്തോഷം. റസൂലുള്ള പറഞ്ഞല്ലോ ഒരിക്കൽ, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. ഒരു സൂര്യൻ ഉദിച്ചു കിട്ടുന്ന ഒരു പ്രഭാതം എനിക്ക് കിട്ടിയാൽ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് പറയലാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അള്ളാഹു രാവിലെ ഇന്നത് പറയണം, വൈകുന്നേരം ഇന്നത് പറയണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള സുന്നത്തിലൂടെ പഠിപ്പിച്ചു തന്ന ആ ദിക്റുകളൊക്കെ നമ്മൾ പഠിക്കുക. അത് ജീവിതത്തിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാകും. അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ എവിടെയുണ്ടോ അവിടെ ഈമാൻ നമുക്ക് അത് ശക്തി കൂടും. പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും, അർബഹു തിജാറ ദിക്റുല്ലാഹ്. ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് ദിക്റുല്ലാഹ്, അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ. വ അഖ്സറു തിജാറ ദിക്റുന്നാസ്. ഏറ്റവും നഷ്ടമുണ്ടാക്കുന്ന കച്ചവടമാണ് മനുഷ്യരെ കുറിച്ച് ഓർക്കുക. ഇങ്ങനെ മനുഷ്യരെ കുറിച്ച് ഓർക്കുക, എൻ്റെ പ്രശ്നം അവനോട് പറഞ്ഞാൽ, അദ്ദേഹത്തോട് പറഞ്ഞാൽ എന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ചിന്തിക്കുക. അതിൽ നിന്ന് മാറിയിട്ട് പ്രശ്നം ഏതുണ്ടാവട്ടെ അള്ളാഹിനെ ഓർക്കുക, അതിൽ ലാഭം ഉണ്ടാവുന്ന. ഇങ്ങനെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നല്ല കൂട്ടുകെട്ടിലായി ജീവിക്കുക എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ട് എന്നത് തൗഹീദിന്റെ കൂട്ടുകെട്ടാണ്. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. സൂറത്ത് സുഖ്റുഫിലൂടെ അല്ലാഹ് പഠിപ്പിച്ചു, ഭൗതിക ലോകത്ത് കൂട്ടുകൂടിയ ആളുകളൊക്കെ പരലോകത്തത പരസ്പരം ശത്രുക്കളായി പോരടിക്കുന്ന. നീയാണ് എന്നെ പഴപ്പിച്ചത്, അല്ല നീ എന്നെ പഴപ്പിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ പറഞ്ഞ് ഏത് കൂട്ടുകെട്ടും പരലോകത്താണ് തകർന്നിട്ട് അവർ പരസ്പരം ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ. അള്ളാഹുവിനെ മനസ്സിലാക്കി അവനെ സൂക്ഷിച്ച് ജീവിച്ച കൂട്ടുകെട്ടൊഴികെ. ആ കൂട്ടുകെട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത തൗഹീദി കൂട്ടുകെട്ട്. ആ തൗഹീദി കൂട്ടുകെട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ലാഭം എന്താ? മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഏതൊരു മുസ്ലിം മരിക്കുന്നു അവന്റെ ജനാസക്ക് വേണ്ടി ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ ആ ജനാസ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കാതിരിക്കില്ല എന്നാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ തൻ്റെ മൗലയായ ഖുറൈബിനോട് പറയുന്നുണ്ട്, മയ്യിത്ത് നിസ്കരിക്കാൻ വന്നവരൊന്ന് നോക്കൂ, സമയമായാൽ നമുക്ക് നിസ്കരിക്കാമെന്ന്. ഖുറൈബ് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, കുറച്ചൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന്. ഇബ്നു അബ്ബാസ് ചോദിച്ചു, അഹും അർബഊൻ, ആ വന്നവർ 40 ആളുകളുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ ഭൗതിക ലോകത്ത് വെച്ച് കൂട്ടുകൂടേണ്ടത് ആരോട് എന്നതിനുള്ള മറുപടിയാണ് ഈ ഹദീസ്. ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവല്ലാത്ത ഒരാളോടും വിളിച്ചു തേടാത്ത, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ എനിക്കുണ്ടോ?
ഉണ്ടാക്കിയെടുക്കണം. അവരാണ് നമ്മുടെ വലിയ സമ്പത്ത് എന്ന് നമ്മൾ ഓർക്കുക. ആ കൂട്ടുകെട്ടിലായി നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. കാരണം എന്താ? അവരെ കാണുന്നത്, അവരുമായി ചർച്ച ചെയ്യുന്നത് ഒക്കെ ദീനാണ്, ഖുർആനാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കൂട്ടുകെട്ടിലായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ഇസ്ലാമിക സംസ്കാരത്തിലായി മാറുക. ഇന്ന് എല്ലാ കെട്ട സംസ്കാരങ്ങളുടെ പിന്നാലെ മുസ്ലിം സമൂഹം പോകാൻ കാരണം എന്താ? കൂട്ടുകൂടിയത് അത്തരക്കാരോടാണ്. സ്ത്രീകൾ, പെൺകുട്ടികളുടെ വേഷം ഈ അടുത്ത കാലത്തായി വഷളൻ വേഷമായി മാറി. എല്ലാ കെട്ട സംസ്കാരവും വേഷത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒട്ടും ലജ്ജയില്ലാത്ത പെൺകുട്ടികളായി മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ മാറി. പാൻറ്റും ടീഷർട്ടും ധരിച്ച് പുറത്തിറങ്ങുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾ. എന്തേ കാരണം? കൂട്ടുകെട്ടിൻ്റെ മോശമാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിൻ്റെ, സുന്നത്തിൻ്റെ കൂട്ടുകെട്ട് നമ്മൾ നിലനിർത്തുക. ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന യസീദു വയൻഖുസ്. ഈമാൻ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉയരും, അതേപോലെ ഗ്രാഫ് താഴും ചെയ്യും. എങ്ങനെ ഗ്രാഫ് ഉയരുക? യസീദു ബിത്വാഅത്ത്. അള്ളാഹുവിനെ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഈമാൻ വർദ്ധിച്ചു കിട്ടും. വയൻഖുസു ബിൽ മആസി. തോന്നിവാസങ്ങളിലേക്ക് പോകുമ്പോഴോ ഈമാൻ ഇങ്ങനെ കുറയും ചെയ്യും. അതാണ് ഒരു ഹദീസിലുണ്ടല്ലോ, ലാ യസ്നിൽ അബ്ദു ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചരിക്കൂല. വലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മോഷ്ടിക്കുമ്പോൾ വിശ്വാസിയായിക്കൊണ്ട് മോഷ്ടിക്കൂല. വലാ യഖ്തുലു ഹീന യഖ്തുലു വഹുവ മുഅ്മിൻ. ഒരാളെ കൊല്ലുമ്പോൾ വിശ്വാസിയാണോ? കൊല്ലൂല. തിന്മകൾ ചെയ്യാൻ മനുഷ്യന് പ്രേരകം ആ ഈമാനിൽ നിന്നുള്ള അകൽച്ചയാണ്. അതുകൊണ്ട് തന്നെ തിന്മകളാണ് ജീവിതത്തിൽ വരുന്നതെങ്കിൽ ഈമാൻ ഇങ്ങനെ നുരുമ്പി ഇല്ലാതാകും. നേരെ മറിച്ച് നന്മകൾ എന്ന് പറയുമ്പോൾ കേവലം ചില നമസ്കാരങ്ങൾ മാത്രമല്ല, നല്ല വാക്കുകൾ പറയുക, ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുക, എന്തെങ്കിലും ഒരു നന്മ ഒരു ദിവസം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കുക. നന്മ മാത്രം. എന്നിൽ നിന്ന്, എന്നെക്കൊണ്ട് ഒരാൾ സങ്കടപ്പെടരുത്, ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത് എന്ന് ചിന്തിക്കുക. ഏതൊരാൾക്കും സന്തോഷമുള്ള കാര്യങ്ങൾ, സഹായകമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന അവസ്ഥ, നന്മകളിലൂടെ ജീവിക്കുക. ആ നന്മകളിൽ ഏറ്റവും പ്രധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിലായി ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ. ഇപ്പം നമ്മൾ പള്ളിയിൽ കയറാൻ പോവാ, ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാൽ മുന്നോട്ട് വെച്ച് പള്ളിയിൽ പ്രവേശിക്കുക. ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാണ്, ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇടതുകാൽ മുന്നോട്ട് വെച്ച് കടക്കുക. പള്ളിയിൽ കടക്കുമ്പോൾ വലതുകാൽ, പുറത്തു പോകുമ്പോൾ ഇടതുകാൽ, വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ, വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ വലതുകാൽ, ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാൽ, ബാത്റൂം ഇറങ്ങുമ്പോൾ വലതുകാൽ. ഇതൊക്കെ സുന്നത്താണ്. ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞു, ഇദാ അതൈത മൽജഅക ഫതവല്ല വുളൂഅക ലിസ്സലാ. നീ നിന്റെ കിടപ്പറയിലെത്തിയാൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ഒരുങ്ങിയാൽ നമസ്കാരത്തിന് ഒളുവെടുക്കും പോലെ ഒളുവെടുക്കുക. പലർക്കും ഈ സുന്നത്തില്ല. ഒളുവോടുകൂടി ഉറങ്ങണം. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. വലിയ അശുദ്ധിയോടുകൂടി നമുക്ക് ഉറങ്ങാം, പക്ഷെ ഒളുവെടുത്തുറങ്ങണം. ഒളുവെടുക്കാതെ ഉറങ്ങരുത്. ഒളുവിലായി ഉറങ്ങുന്ന ശീലം. ഇങ്ങനെ ഒട്ടേറെ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ നിഷ്ഠയോടെ പുലർത്തുന്നുവോ അത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. കാരണം നമ്മൾ ഏത് വിഷയം അവിടെ വരുമ്പോഴും ഇവിടെ എന്താ സുന്നത്ത് ചെയ്യാനുള്ളത്? ഭക്ഷണം മുമ്പിൽ വന്നു, ബിസ്മില്ലാന്ന് ഉരുവിടും, വലത് കൈ കൊണ്ട് മാത്രം തിന്നും കുടിക്കും. ബിസ്മില്ല മറന്നോ? എപ്പോഴാ ഓർമ്മന്നത്? ബിസ്മില്ലാഹി അവ്വലഹു വാഖിറഹു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ എന്തെല്ലാം പ്രാർത്ഥന, എത്ര പ്രാർത്ഥന ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. അങ്ങനെ ഓരോ രംഗത്തും പാലിക്കേണ്ട സുന്നത്തുകൾ, ആ സുന്നത്തുകളിലായി ജീവിക്കാം. മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഉപമിച്ചത് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിനോടാണ്. അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ. നബിചര്യ അത് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലാണ്. മൻ റകിബഹ നജാ. അന്ന് ആ കപ്പലിൽ ആരാ കയറിയത്? അവർ ജലപ്രളയത്തിൽ കുടുങ്ങി നശിക്കാതെ രക്ഷപ്പെട്ടു.
വമൻ തഖല്ലഫ അൻഹാ ഓരിക. അതിൽ നിന്ന് ആരാ മാറി നിന്നത്? അവരൊക്കെ മുങ്ങി നശിച്ചു. ആ കപ്പലാണ് ഇന്ന് നമുക്കുള്ള സുന്നത്ത് നാൾ എന്ന് പറഞ്ഞാൽ, സുന്നത്തിലായി ആര് ജീവിക്കുന്നുവോ, സുന്നത്തുകളിൽ ആര് കയറുന്നുവോ അവൻ രക്ഷപ്പെടും. സുന്നത്തുനിന്ന് ആര് ജീവിതത്തെ മാറ്റുന്നുവോ, അതിന് ഇറങ്ങുന്നുവോ അവൻ നശിക്കും. അവൻ നബിചര്യ ഏതൊക്കെ ജീവിതത്തിൽ ഓരോ രംഗത്തും നബിചര്യയുണ്ട്. അത് ഒരു വീട്ടിലൊരു വിവാഹം നടത്തുകയാണ്, മകളുടെ വിവാഹമുണ്ട്. ഒരു ഇസ്ലാമിക സംസ്കാരങ്ങൾ കാണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഷിആറുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ വിവാഹം എങ്ങനെ നടത്താൻ പറ്റും എന്ന് ആലോചിക്കുക. ഇന്ന് നടക്കുന്ന വിവാഹങ്ങളൊക്കെ എന്താ? മാമാങ്കങ്ങളാണ്, ആഭാസത്തരങ്ങളാണ്, ധൂർത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. 2000-ഓ 3000-ഓ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ല ധൂർത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഭക്ഷണത്തിന് വേണ്ട ചെലവിൻ്റെ ഇരട്ടിയാണ് അവിടെ വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ എല്ലാ നിലക്കും കാറ്റിൽ പറത്തി വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു. അത് മുവഹിദുകൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിക സംസ്കാരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വിവാഹങ്ങളായി മാറാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ള പണം അങ്ങനെ ധൂർത്തടിക്കാനുള്ളതല്ല. നമ്മുടെ പണം കൊണ്ട് ജീവിക്കേണ്ട പലരും നമ്മുടെ നാടുകളിലുണ്ട്. ഒരു ഡയാലിസിസ് കഴിഞ്ഞാൽ അടുത്ത ഡയാലിസിന് പണം എവിടെ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട രോഗികൾ. ഇന്നലെ ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകള് +2 കഴിഞ്ഞ് ഒരു തുടർ പഠനത്തിന് ഒരു സ്ഥാപനത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്, അവൾക്ക് യൂണിഫോമിന് എൻ്റെ കയ്യിൽ കാശില്ല, ഒരു കൂട്ട് വസ്ത്രം എൻ്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും കാശ് ഒപ്പിച്ചു തരണം. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ പണം ധൂർത്തടിക്കാൻ ആയിരങ്ങൾ ലക്ഷങ്ങൾ ആണ് ധൂർത്തടിക്കുന്നത്. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്തുകളിലായി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഈമാൻ നിലനിർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കും. ഹസനുൽ ബസരി റഹ്മഹുല്ല പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ. ഹസനുൽ ബസരി റഹ്മഹുല്ല പറയാണ്, അസ്സുന്നത്തു വല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, നബിചര്യ അള്ളാഹു തന്നെയാണ് സത്യം, ബൈനൽ ഗാലി വൽ ജാഫി. സുന്നത്ത് എന്നത് അതിതീവ്രതക്കും ഒട്ടും തീവ്രതയോ ഒന്നുമില്ലാത്ത ഉണങ്ങി വരേണ്ട അവസ്ഥക്കും ഇടയിൽ മധ്യമ നിലപാടാണ് സുന്നത്ത്. എന്നിട്ട് പറഞ്ഞു, ഫസ്ബിറു അലൈഹ റഹിമക്കുമുള്ള. ആ സുന്നത്തിലായി ജീവിച്ച് നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഫഇന്ന അഹ്ലസുന്ന കാനു, സുന്നത്തിന്റെ ആളുകൾ അവരായിരുന്നു അഖല്ലുന്നാസി ഫീ മള, കഴിഞ്ഞുപോയ സമൂഹത്തിലൊക്കെ സുന്നത്തിന്റെ ആളുകൾ ന്യൂനപക്ഷമായിരുന്നു. വഹും അഖല്ലുന്നാസി ഫീ ബഖിയ, വരാൻ പോകുന്ന ലോകത്തും ഇന്നുള്ള കാലത്തും സുന്നത്തിന്റെ ആളുകൾ വളരെ കുറവാണ്. അല്ലദീന ലം യദ്ഹബു മഅ അഹ്ലിൽ ഇത്റാഫി ഫീ ഇത്റാഫിഹിം, സുന്നത്തിന്റെ ആളുകൾ ഒരിക്കലും ലക്ഷ്യബോധം മറന്ന്, ജീവിത ലക്ഷ്യം മറന്ന് ആഡംബരത്തിന്റെ പിന്നാലെ പോയ അവരുടെ കൂടെ സുന്നത്തിന്റെ ആളുകൾ പോയിട്ടില്ല. വലാ മഅ അഹ്ലിൽ ബിദ്അഇ ഫീ ബിദ്അഇഹിം, ബിദ്അത്തിന്റെ കക്ഷികളോടൊപ്പവും സുന്നത്തിന്റെ ആളുകൾ പോയിട്ടില്ല. വസബറു അലാ സുന്നതിഹിം, അവർ സുന്നത്തുകളിലായി ക്ഷമിച്ചു. ഹത്താ ലഖൗ റബ്ബഹും, നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം വരെ അവരങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്. ഫകദാലിക ഫകൂനു, അതുപോലെ നിങ്ങളുമാകുക എന്നാണ് ഹസൻ ബസരി റഹ്മഹുല്ല നമുക്ക് പറഞ്ഞു തന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ദീന് പഠിക്കുക എന്നുള്ളതാണ്, അറിവ് നേടുക. അറിവ് എത്രത്തോളം നേടുന്നുവോ അതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കും. ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു, സൂറത്തു ദാരിയാത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നു, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലുക. സദാസമയവും അള്ളാഹു എന്ന ബോധം, അള്ളാഹിൻ്റെ ദീന്, അവൻ്റെ തൗഹീദ്, റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്, ദീനീ കാര്യങ്ങൾ എന്ന നിലക്ക് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, അത് പറഞ്ഞു തരുന്ന ഈ റസൂലുള്ളയുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നാസിറു സഅദി റഹ്മഹുല്ല പറയാണ്, ഒരാള് അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫിറാറു മിമ്മാ യക്റഹുല്ലാഹു ലാഹിറൻ വ ബാത്തിന ഇലാ മാ യുഹിബ്ബുഹു ലാഹിറൻ വ ബാത്തിന. അല്ലാഹ് വെറുക്കുന്ന, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അത് പ്രത്യക്ഷമായതാവട്ടെ പരോക്ഷമായതാവട്ടെ, അതിൽ നിന്ന് ഓടുക. ഇലാ മാ യുഹിബ്ബുഹു, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക്.
അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിലേക്ക് ഓടുക. ഫിറാറു മിനൽ ജഹ്ലി ഇലൽ ഇൽമി, അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് ഓടുക. വമിനൽ കുഫ്രി ഇലൽ ഈമാൻ, കുഫറിൽ നിന്ന് ഈമാനിലേക്ക് ഓടുക. വമിനൽ മഅസിയതി ഇല ത്വാഅ, അള്ളാഹനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവനെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഓടുക. വമിനൽ ഗഫ്ലതി ഇലാ ദിക്രില്ലാഹ്, അള്ളാഹനെ മറന്നുള്ള ജീവിതത്തിൽ നിന്ന് അള്ളാഹനെ ഓർക്കുന്ന അവസ്ഥയിലേക്ക് ഓടിച്ചെല്ലുക. ഇങ്ങനെ അള്ളാഹിലേക്ക് ഓടണമെങ്കിൽ അവൻ്റെ ദീൻ അറിയണം, അവൻ്റെ ഖുർആൻ അറിയണം, റസൂലുള്ളാഹിന്റെ ഹദീസ് അറിയണം, ദീനീ കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഈമാൻ നമ്മിൽ നിലനിൽക്കും. അവസാനമായി പറയാനുള്ളത്, ദീനിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാനും ഈമാൻ നമ്മിൽ നിലനിന്ന് കിട്ടാനും ആ ഈമാൻ ശക്തിയോടെ വർദ്ധിക്കാനുമൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇന്നത്തെ കാലത്ത് ഏതൊരു മുവഹിദും ആത്മാർത്ഥമായി വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഹുദ, സന്മാർഗം ചോദിക്കുന്നു, വത്തുഖ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ചോദിക്കുന്നു, വൽ അഫാഫ, തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതെ വൃത്തിയോടെ ജീവിക്കുന്ന ജീവിത വിശുദ്ധി ചോദിക്കുന്നു, വൽ ഗിന, മനസ്സമാധാനം ചോദിക്കുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യാൻ, അവർ റസൂലുള്ള പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. അവർ റസൂലുള്ളാഹിക്ക് തോന്നി, എന്നെ കണ്ടാൽ ആ പ്രാർത്ഥന നിർത്തുമോ ഇബ്നു മസ്ഊദ് എന്ന്. റസൂൽ ഉടനെ പറഞ്ഞു, സൽ തുഅത, നീ എന്താണ് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥിച്ചു, ചോദിക്കൂ, തുഅത, നിനക്കത് നൽകപ്പെടും. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു വനഈമൻ ലാ യൻഫദു വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅ്ലാ ജന്നത്തിൽ ഖുൽദ്. 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈമാനല്ല യർതദ്, എന്നിൽ നിന്ന് തെറിച്ചു പോകാത്ത, തെറ്റിപ്പോകാത്ത ഈമാൻ ഞാൻ ചോദിക്കുന്നു. വനഈമൻ ലാ യൻഫദു, നീ ഒരുക്കി വെച്ച, ഒരിക്കലും വറ്റിപ്പോകാത്ത, തീർന്നു പോകാത്ത സ്വർഗീയ അനുഭൂതിയുണ്ടല്ലോ, അനുഗ്രഹമുണ്ടല്ലോ, അത് ഞാൻ ചോദിക്കുന്നു. 3ാമത് ചോദിച്ചത് വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅ്ലാ ജന്നത്തിൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ, ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസം ഞാൻ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. നമ്മളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു വനഈമൻ ലാ യൻഫദു വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅ്ലാ ജന്നത്തിൽ ഖുൽദ്. അതുപോലെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ദായിമാ വഇൽമൻ നാഫിഅ വഹദിയൻ ഖയ്യിമ. അല്ലാഹുവേ, സ്ഥായിയായി നിൽക്കുന്ന, സ്ഥിരമായി നിൽക്കുന്ന ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ ഈമാനിലേക്ക് എത്തുന്ന നാഫിആയ, പ്രയോജനപ്പെടുന്ന അറിവ് ഞാൻ ചോദിക്കുന്നു. അങ്ങനെ അറിവ് കിട്ടി, ആ ഈമാനും കിട്ടി, അറിവും കിട്ടി, പിന്നെ ഞാൻ ജീവിക്കേണ്ട, മരണം വരെ നിലനിൽക്കേണ്ട വഹദിയൻ ഖയ്യിമ, നേരായ മാർഗവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന്. ഇങ്ങനെ പ്രാർത്ഥന നിർവഹിക്കുക. പ്രാർത്ഥനക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ വരിക, അറിവ് തേടുക, ഖുർആനുമായുള്ള ടച്ച് നമ്മൾ സുദൃഢമാക്കുക, അത് വർദ്ധിപ്പിക്കുക, അതിൻ്റെ പാരായണത്തിലും അതിൻ്റെ പഠനത്തിലും ഒക്കെ ശ്രദ്ധിക്കുക. തൗഹീദിൻ്റെ കൂട്ടുകെട്ട് അത് സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ മരണം വരെ നിലനിൽക്കുന്ന, ഏത് സമയത്ത് എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുഅ്മിനായി, മുവഹിദായി മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികളായി കഴിഞ്ഞുകൂടുന്നവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കടുത്ത പരീക്ഷണങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ വതുബ് അലൈനാ إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.